അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ 1,00,000 നിന്ന് 1 കോടിയാകുമെന്നർത്ഥം. ഇനി വരാൻ പോകുന്ന ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലൂടെ കമ്പനി അവതരിപ്പിക്കുന്ന ഏതൊരു സർവീസുകളും ഏതൊരു നേട്ടങ്ങളും ആദ്യം ലഭിക്കുക ഇവർക്കായിരിക്കും. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ ക്രെഡിറ്റ് കാർഡ് എന്ന ഈ ഒരു ആശയം കൂടെ നടപ്പാക്കാൻ പോകുന്നത് നമ്മുടെ കാർഡിലൂടെ ആയിരിക്കും. ഫേസ് 1 കമ്മ്യൂണിറ്റിക്ക് കമ്പനി ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ്സ് ലഭിക്കാൻ കൂടുതൽ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? ആരാണ് ഫേസ് 1 കമ്മ്യൂണിറ്റി? ആരാണ് ഫേസ് 2 കമ്മ്യൂണിറ്റി? ഇതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് സംസാരിക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനോ വേണ്ടി ചെയ്തൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം ഇതെന്ന്. അങ്ങനെയുള്ള റവല്യൂഷൻ പ്രൊജക്ടിന്റെ ഫേസ് 1 ഫേസ് 2 കമ്മ്യൂണിറ്റി ആരാണെന്നും എങ്ങനെയാണ് ഇവർക്ക് ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതെന്നും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് യദു കൃഷ്ണ ഓൺ ബിഹാഫ് ഓഫ് MCT. ഫേസ് 1 കമ്മ്യൂണിറ്റി എന്താണെന്നും ആരാണെന്നും ഞാൻ പറഞ്ഞുതരാം. ഫേസ് 1 കമ്മ്യൂണിറ്റിയെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എമർ, സ്വിസ്, പ്രോട്ടോൺ, ഗ്രോലൈൻ, MCT ഇങ്ങനെ ഒരുപാട് പേരുകൾ കേട്ട് നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവാം. ശരിക്കും ഇതൊക്കെ ഒറ്റ പ്രൊജക്ടിന്റെ കോർഡിനേഷന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സംവിധാനത്തിൽ ഏതിന്റെ ഭാഗമായാലും ഈ ഒരു ടോട്ടൽ പ്രൊജക്ടിന്റെ ഭാഗമാണ് എന്നർത്ഥം. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ 2018 MCTയുടെ തുടക്കം തൊട്ട് 2024 ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത എല്ലാവരുമാണ് ഫേസ് 1 കമ്മ്യൂണിറ്റി. കമ്പനിയെ സംബന്ധിച്ച് ഇവർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് കമ്പനി നേരിടുന്ന എല്ലാ സ്ട്രഗിളിലും ഒപ്പം വിശ്വാസം അർപ്പിച്ച് കൂടെ നിന്നവരാണ് ഫേസ് 1 കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഫേസ് 1 കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും ചെറുതല്ല. ഇനി നമുക്ക് ഫേസ് 1 കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയെ സംബന്ധിച്ച് ഫേസ് 1 കമ്മ്യൂണിറ്റി വെറും ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, അവർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കൂടെയാണ്. അത് തന്നെയാണ് ഫേസ് 1 കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടം. പക്ഷെ പലർക്കും ഇപ്പോഴും അതൊരു കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വേൾഡ്സ് ഫസ്റ്റ് കമേഴ്ഷ്യൽ ബ്ലോക്ക് ചെയിൻ എന്ന ആശയത്തിലൂടെ കമ്പനി മുന്നോട്ട് വെക്കുന്നത് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ്. അതായത് ട്രഡീഷണലി ഇന്നുള്ള എല്ലാ മേഖലയെയും കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്ത് റിയൽ വേൾഡ് അസറ്റിനെ കംപ്ലീറ്റ്ലി ഇതിലേക്ക് മാറ്റാൻ കഴിയും എന്നർത്ഥം. ഇങ്ങനെ നിലവിലുള്ളതും ഇനി വരാൻ പോകുന്നതുമായ ടോട്ടൽ പ്രൊജക്ടുകളെ കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ ത്രൂ ആയിരിക്കും ഇനി നിങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നടക്കുന്ന ട്രാൻസാക്ഷൻ അത്രയും വലുതുമായിരിക്കും. ആൻഡ് ഈ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ ഒരു വിഹിതമാണ് ഫേസ് 1 കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുക. അതായത് ഒരു വ്യക്തി ഇതിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആൻഡ് പിന്നീട് ആ ക്യാപിറ്റൽ തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് പരിഹാരമായി കമ്പനി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് ഈക്വൽ ആയുള്ള സ്വിസ് കോയിൻ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലൂടെ കസ്റ്റമറുടെ വാളറ്റിലേക്ക് നിക്ഷേപിക്കുന്നു. അടുത്ത 20 വർഷത്തേക്ക് വർഷാവർഷം സ്വിസ് കോയിന്റെ ഗ്രോത്ത് എത്രയാണോ അതിന്റെ 5% റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 1,00,000 രൂപയുടെ 5%നെ പറ്റിയല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് സ്വിസ് കോയിന്റെ ഗ്രോത്ത് ടോട്ടൽ അസറ്റിന്റെ 5% റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ സ്വിസ് കോയിന്റെ ഇന്നത്തെ വാല്യൂ $1 ആണെങ്കിൽ കമ്പനി അത് പ്രഡിക്ട് ചെയ്യുന്നത് $100 ആവുമെന്നാണ്. അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ 1,00,000 നിന്ന് 1 കോടിയാകുമെന്നർത്ഥം. ചുരുക്കി പറയുമ്പോൾ ഇതിന്റെ 5% റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 5 lakhs ആണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുക. ഈ ഒരു ആശയമാണ് കമ്പനി മുന്നോട്ട് വെക്കുന്നത്. ബ്ലോക്ക് ചെയിൻ റിവാർഡ്സിന്റെ കൂടെ ഈ ഒരു ബെനിഫിറ്റ് കൂടെ ലഭിക്കുമ്പോൾ ഫേസ് 1 കമ്മ്യൂണിറ്റിയെ കാത്തിരിക്കുന്നത് എത്രത്തോളം വലിയ നേട്ടങ്ങളാണെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലായല്ലോ. അതെ, ഈ ഒരു പ്രൊജക്ട് അത്രയും വലിയ സക്സസ് ആവാൻ കാരണം ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഫേസ് 1 കമ്മ്യൂണിറ്റിയാണ്. സോ അവർ തന്നെയാണ് ഈ ഒരു ബെനിഫിറ്റ്സ് അനുഭവിക്കേണ്ടതും ഇതിന്റെ ബെനിഫിറ്റ്സിന്റെ ഭാഗമാവേണ്ടതും. ഇനി ഫേസ് 2 കമ്മ്യൂണിറ്റി ആരാണെന്ന് നോക്കാം. 2025 ജനുവരി 1 മുതൽ 2026 മാർച്ച് 31 വരെ അംഗങ്ങളായിട്ടുള്ളവരാണ് ഫേസ് 2 കമ്മ്യൂണിറ്റി. ഇവർ പ്രോട്ടോൺ എന്ന പ്രൊജക്ടിന്റെ സ്റ്റേക്കിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഇവരാണ് കമ്പനിയുടെ ലൈവ് കമ്മ്യൂണിറ്റി. ഇനി വരാൻ പോകുന്ന ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിലൂടെ കമ്പനി അവതരിപ്പിക്കുന്ന ഏതൊരു സർവീസുകളും ഏതൊരു നേട്ടങ്ങളും ആദ്യം ലഭിക്കുക ഇവർക്കായിരിക്കും. സ്വിസ് സ്റ്റേക്ക് ചെയ്ത ഫേസ് 2 കമ്മ്യൂണിറ്റിയുടെ നേട്ടങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത സ്വിസിന്റെ ഗ്രോത്ത് അടുത്ത 20 വർഷത്തേക്ക് വർഷാവർഷം 5% റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. സ്വിസിന്റെ വാല്യൂ നിലവിൽ $1 കണക്കാക്കിയാൽ വർഷാവർഷം എത്ര ശതമാനം ഗ്രോത്ത് ഉണ്ടാവുമെന്നും ആൻഡ് ഇതിലൂടെ നമുക്ക് എത്രത്തോളം ഏൺ ചെയ്യാമെന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ലൈവ് കമ്മ്യൂണിറ്റി എന്ന ഫേസ് 2 കമ്മ്യൂണിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. കമ്പനി ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊരു സർവീസുകളും ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ ചൂസ് ചെയ്തവരാണ് ഫേസ് 2 കമ്മ്യൂണിറ്റി എന്ന ലൈവ് കമ്മ്യൂണിറ്റി. അത്തരത്തിൽ കമ്പനിയുടെ റവല്യൂഷണറി പ്രൊഡക്റ്റായ കാബിയ അഥവാ ക്രിപ്റ്റോ ഡെബിറ്റ് കാർഡ് ഇത് ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ഫേസ് 2 കമ്മ്യൂണിറ്റി ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിപ്റ്റോ കറൻസി ഇന്ന് ലോകവ്യാപകമാവുകയും ജനങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത്. പക്ഷേ ക്രിപ്റ്റോ ഈക്വൽ ടു മണി എന്ന കാര്യത്തിൽ അത് 100% നീതി പുലർത്തുന്നതിൽ ഒരുപാട് ചലഞ്ചുകളും ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് കാബിയ. ബിക്കോസ്
140+ കൺട്രീസിലുള്ള സേവനങ്ങളും സാധനങ്ങളും നമുക്ക് ഒരു സിംഗിൾ ടാപ്പിലൂടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാതെ ക്രിപ്റ്റോ കറൻസി വഴി പർച്ചേസ് ചെയ്യാനാകും. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ ക്രെഡിറ്റ് കാർഡ് എന്ന ഈ ഒരു ആശയം കൂടെ നടപ്പാക്കാൻ പോകുന്നത് നമ്മുടെ കാർഡിലൂടെ ആയിരിക്കും. ആൻഡ് ഫേസ് 2 കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഇത് ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത് അവരായിരിക്കും. ആൻഡ് ഇത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയൊരു നേട്ടവും. ഫേസ് 2 കമ്മ്യൂണിറ്റിയിലെ ഓരോ മെമ്പറും $1111 സ്വിസ്റ്റേക്ക് ചെയ്തവരായിരിക്കണം. ഇവർക്ക് കാർഡിന്റെ പ്രീ ലോഞ്ചോട് കൂടെ ഇത് ലഭിക്കുന്നതുമായിരിക്കും. പക്ഷെ ഇത് കാണുമ്പോൾ ചിലർക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവാം. അതായത് പ്രോട്ടോൺ എന്ന സിസ്റ്റത്തിലൂടെ സ്വിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് $250, $500. ഇവർക്കൊക്കെ ഈ ബെനിഫിറ്റ്സ് ലഭിക്കാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് കമ്പനി 2 ഓപ്ഷൻസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഓപ്ഷൻ നമ്പർ 1 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത എമൗണ്ടിന്റെ 5% റിട്ടേൺസ് അത് വർഷാവർഷം നിങ്ങൾക്ക് ഏർണിംഗ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഓപ്ഷൻ നമ്പർ 2 നേരത്തെ പറഞ്ഞ $1111 കുറവുള്ളവർ 2026 മാർച്ച് 31 മുൻപ് അത് ടോപ്പ് അപ്പ് ചെയ്ത് $1111 എല്ലാ ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാനും അതുപോലെ തന്നെ കാബിയ ഹോൾഡർ ആവാനും സാധിക്കും. കാബിയ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള റിവാർഡ്സ് ആണ് കാത്തിരിക്കുന്നത്. അതായത് ഓരോ കാബിയ ഹോൾഡറും എത്ര എമൗണ്ടിന്റെ സ്വിസ് കോയിൻ ആണോ സ്റ്റേക്ക് ചെയ്തിട്ടുള്ളത് അത്രയും എമൗണ്ടിന്റെ തന്നെ 5% റിട്ടേൺസ് ആണ് ഓരോ മാസവും കാത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ വർഷവുമല്ല, ഓരോ മാസവും നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് $1111 എമൗണ്ട് സ്റ്റേക്ക് ചെയ്ത ഓരോ കാബിയ കാർഡ് ഹോൾഡറിനും 5% വരുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സർവീസ് ആണെങ്കിലും അവൈൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് 5 to 80% വരെ ക്യാഷ് ബാക്കും, ഇനി അതൊരു ഹോസ്പിറ്റൽ യൂസ് ആണെങ്കിൽ 100% വരെ ക്യാഷ് ബാക്ക് ലഭിക്കാവുന്നതാണ്. സോ ഫേസ് 2 കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഒരു സിംഗിൾ കാർഡിലൂടെ ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു കാബിയ കാർഡ് ഹോൾഡർ ആവുക എന്നത് ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗം എന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫേസ് 2 കമ്മ്യൂണിറ്റിയിൽ സ്വിസ് ടാഗ് ചെയ്തവർക്ക് ഈ ഒരു $1111 എന്ന ക്രൈറ്റീരിയ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ക്രൈറ്റീരിയ പാലിക്കാനുള്ള ഒരു സമയമാണ് മാർച്ച് 31 വരെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഓൾറെഡി ഈ ഒരു ക്രൈറ്റീരിയ പൂർത്തിയാക്കിയവർ, അതായത് $1111 എന്നൊരു ക്രൈറ്റീരിയ പൂർത്തിയാക്കിയവർ ക്ഷമയോടെ കാത്തിരിക്കുക. ബിക്കോസ് ലോകത്തിലെ ക്രിപ്റ്റോ കറൻസി എന്നൊരു കൾച്ചർ മാറ്റിമറിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് വെരി സൂൺ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ആൻഡ് ഐ നോ ദാറ്റ് ഇത്രയും ഒരു ചുരുങ്ങിയ സമയത്തിൽ ഒരു വലിയ സംവിധാനത്തെ പറ്റി പറയുമ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്നുള്ളത്. ആൻഡ് കാബിയ എന്താണെന്നും കാബിയയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും എന്തൊക്കെ നമുക്ക് യൂട്ടിലിറ്റീസ് ഉണ്ടാകുമെന്നുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തീർച്ചയായും ഉണ്ടാവും. അങ്ങനെ ഫേസ് 1 ആൻഡ് ഫേസ് 2 കമ്മ്യൂണിറ്റി എന്താണെന്നും ഇവർക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ 8 വർഷമായി കമ്പനിയുടെ ഭാഗമുള്ളവരെ പറ്റിയാണ് വളരെ ഷോർട്ടായി ഞാനിവിടെ പറഞ്ഞത്. ആൻഡ് ഇതിലുള്ള ഓരോ അംഗങ്ങളും ഈ ഒരു സിസ്റ്റത്തെ കൃത്യമായി മനസ്സിലാക്കി എന്നും ചേർന്ന് നിൽക്കണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇതിലൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് മുതൽ കൂടുന്ന ഫേസ് 1 കമ്മ്യൂണിറ്റിക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ സാധിച്ചു. ആൻഡ് പിന്നീട് ഫേസ് 2 കമ്മ്യൂണിറ്റിക്ക് ലൈവ് കമ്മ്യൂണിറ്റിക്ക് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സർവീസുകളും പ്രൊഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് ആദ്യം യൂസ് ചെയ്യാനും സാധിച്ചു. പക്ഷേ ഇനി വരാൻ പോകുന്ന ഫേസ് 3 കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരുവിധ കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ വെറും കോമൺ യൂസേഴ്സ് മാത്രമായിരിക്കുകയും ചെയ്യും. സോ മാർച്ച് 31 വരെയുള്ള ഈ ഒരു ചുരുങ്ങിയ സമയത്തിൽ നിങ്ങൾ ഫേസ് 2 ഭാഗമായിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയ ബ്ലോക്ക് ചെയിന്റെ ഭാഗമാവാൻ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുന്നതായിരിക്കില്ല. കമ്പനിയെക്കുറിച്ചോ കമ്പനി മുന്നോട്ട് വെക്കുന്ന ആശയത്തെക്കുറിച്ചോ കമ്പനിയുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ ആൻഡ് അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചോ ഇനിയും ആർക്കെങ്കിലും മനസ്സിലാവാതിരിക്കുകയോ ആൻഡ് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലോ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു MLM കൺസെപ്റ്റിൽ വന്നൊരു കമ്പനി കഴിഞ്ഞ 8 വർഷത്തോളമായി മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുതിയ പല സംവിധാനങ്ങളും ഒരുപാട് പഠനം നടത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് യദു കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം MCT.